ആദ്യം തന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ഇനിയും സപ്പോർട്ട് ചെയ്യണം. ഞാൻ ഒരു കൊല്ലമായിട്ടുള്ളൂ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. അതിൻ്റെ ഉള്ളിൽ എനിക്ക് 1818 സബ്സ്ക്രൈബ്സ് ആയിട്ടുണ്ട്. ആദ്യമൊക്കെ ഞാൻ വീഡിയോ ഇട്ടത് ഉണ്ണികളുടെ വീഡിയോ ആയിരുന്നു ഇട്ടത്. അപ്പോൾ അങ്ങനെ ഒന്നും സബ്സ്ക്രൈബ്സ് വ്യൂസൊന്നും കയറിയിരുന്നില്ല. വല്ലപ്പോഴൊന്ന് സബ്സ്ക്രൈബ് കയറുക, വ്യൂസ് കയറുക, ലൈക്ക് ഇട്ട് അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആണ് എൻ്റെ വീഡിയോസ് ഇട്ട് തുടങ്ങിയത്. എൻ്റെ വീഡിയോസ് ഇട്ട് തുടങ്ങിയപ്പോഴാണ് എനിക്ക് സബ്സ്ക്രൈബ്സിൻ്റെ എണ്ണം കൂടിയതും വ്യൂസിൻ്റെ എണ്ണം കൂടിയത്, പിന്നെ ലൈക്ക്, പിന്നെ കമൻറ്റുകളൊക്കെ വന്നു തുടങ്ങിയത്. അതിൽ വളരെയധികം എനിക്ക് സന്തോഷമുണ്ട്. ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇവിടെ നല്ല മഴയാണ്, അതാണ് സൗണ്ട് കിട്ടുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, കമൻറ്റ് വന്നു തുടങ്ങിയപ്പോൾ എനിക്ക് 2-3 കമൻറ്റ്സ് കിട്ടി, നെഗറ്റീവ് കമൻറ്റ് കിട്ടി. ഒരു നെഗറ്റീവ് കമൻറ്റ് കിട്ടിയുള്ളത് എൻ്റെ പല്ലിനെ പറ്റിയിട്ടാണ്. പല്ല് പ്രേതത്തിൻ്റെ പല്ലാണ്, എനിക്ക് പേടിയാവുന്നു, പറിച്ച് കളയോ എന്നുള്ളതാണ്. അയാളോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ പല്ല് പറിച്ച് കളയുന്നില്ല. എൻ്റെ ഭർത്താവിനോ എൻ്റെ വീട്ടുകാർക്കോ ഒരു കുഴപ്പമില്ല ഈ പല്ലിന്. അവർക്ക് പേടിയാവണമില്ല. ഞാൻ ഹസ്ബൻഡിൻ്റെ കൂടെ താമസിച്ച് 8 വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. ഞങ്ങളുടെ ലവ് മാരേജ് ആണ്. ആൾ ഹിന്ദു ആണ്, ഞാൻ മുസ്ലിമാണ്. ആൾക്ക് എൻ്റെ പല്ല് ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ ചിരിയും ഇഷ്ടമാണ്. ആൾ ഇതുവരെ പേടിയാണെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ പേടിയാവുന്നെന്ന് പറഞ്ഞു. ഞാൻ അത്ര ഭീകരത്തിയൊന്നല്ല പേടിയാവാൻ വേണ്ടിയിട്ടോ. അത്രയും ഭീകരതയാണെങ്കിൽ ആൾക്കാർ കണ്ട വശം തന്നെ മുഖം തിരിച്ച് ഓടിപ്പോയാണ് പേടിച്ച്. അതുപോലെ ഒന്നും ഇവിടെ ആൾക്കാർ ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ അത്യാവശ്യം പുറത്തേക്ക് ഇറങ്ങണ ആളാണ്. കണ്ട വശം പേടിയാവുണ്ടെങ്കിൽ ആൾക്കാർ ഓടിപ്പോയി. അതൊന്നും ഇല്ല കേട്ടോ. എൻ്റെ ഈ പ്രേതത്തിൻ്റെ പല്ലാന്ന് കമൻ്റ് അടിച്ച ആളോടാണ് ഞാൻ പറയുന്നത് കേട്ടോ. പിന്നെ ഒരു നെഗറ്റീവ് കമൻറ്റ് കിട്ടിയുള്ളത് ഉഡായിപ്പാണ്, കോപ്പിയാണെന്ന് കേട്ടോ. ഞാൻ ഉഡായിപ്പ് സത്യത്തിൽ എടുക്കാറില്ല. ഒരു ഓഡിയോ എടുക്കുന്നു, അതിനനുസരിച്ച് ഞാൻ അഭിനയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും ഒരു ഓഡിയോ എടുത്തിട്ട് അത് എത്ര പേര് അഭിനയിച്ചിട്ടുണ്ടെന്ന് യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിയാൽ അറിയാം. എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. കോപ്പി ആയിട്ട് ആരും ചെയ്യുന്നില്ല. ഒരു ഓഡിയോ എടുക്കുന്നു, വ്യത്യസ്തമായി അഭിനയിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ഈ 2 നെഗറ്റീവ് കമൻറ്റ് അടിച്ചവരോട് എനിക്ക് ഇതാണ് പറയാനുള്ളത്. പിന്നെ ഒരു നെഗറ്റീവ് കമൻറ്റ് അടിച്ചത് പച്ച ബോറായിട്ടുണ്ടെന്നാണ്. അവരോട് എനിക്ക് പറയാനുള്ളത്, എനിക്കങ്ങനെ അഭിനയിക്കാനൊന്നും അറിയില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് അഭിനയിച്ച് ഇടുന്നുള്ളൂ. എങ്കിലും ഒന്ന് വൈറലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അവർ പച്ച ബോറായിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെ അഭിനയിക്കാൻ അറിയില്ല. ചിലർ നന്നായി അഭിനയിക്കുന്നു, ചിലർ അത്ര പോരാ, ചിലർക്ക് തീരെ അഭിനയിക്കാൻ അറിയില്ല. എന്നാലും അവരൊക്കെ അഭിനയിക്കുന്നു. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കും അഭിനയം ഇഷ്ടമാവും. അതുകൊണ്ട് അവരഭിനയിച്ചിട്ടാണല്ലോ, അഭിനയം പഠിച്ചിട്ടാണല്ലോ നമ്മൾ അഭിനയിക്കാൻ വേണ്ടി സിനിമയിലേക്കും ഇതിലേക്കും പോണത്. ചെറുതിലൂടെ അഭിനയിച്ചിട്ടാണല്ലോ വലുതിലേക്ക് അഭിനയം വരുന്നത്. അതാണ് എനിക്ക് ഇയാളോട് എനിക്ക് പറയാനുള്ളത്. അത്ര നന്നായി അഭിനയിക്കുന്നവരാരും ഉണ്ടാവില്ല. ചെറുതിൽ നിന്ന് അഭിനയം തുടങ്ങിയിട്ടാണ് വലുതിലേക്ക് അഭിനയം ഉണ്ടാവുക. അതാണ് എനിക്ക് കമൻ്റ് അടിച്ച ആളോട് പറയാനുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, എന്നെ സപ്പോർട്ട് ചെയ്ത കുറേ പേരുണ്ട്. ചിലവരെനിക്ക് മെസ്സേജ് അയച്ചത് എന്നെ ഫോളോ ചെയ്യുമോ, ചേച്ചിയുടെ വീഡിയോ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ പോസിറ്റീവ് കമൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അവരോട് എനിക്ക് വളരെ നന്ദിയുണ്ട്. ഇനിയും ഞാൻ വീഡിയോ ചെയ്യും. നെഗറ്റീവ് കമൻ്റ് അടിച്ചാലും ഞാൻ വീഡിയോ ചെയ്തിരിക്കും. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഇതിൽ പറഞ്ഞ വല്ല തെറ്റുണ്ടെങ്കിൽ എന്നോട് എല്ലാവരും ക്ഷമിക്കണം. എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. വീണ്ടും വീണ്ടും നന്ദി പറയുന്നു. ബൈ.